ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവി7. നമ്മുടെ സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ തൃശ്ശൂർ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റും മഴയും ഒക്കെ കൂടി ആകെ ഹരിതാപവും പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഇല്ലേ? അപ്പോൾ നമ്മളെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണത്. നമുക്ക് കുറച്ച് പിന്നെ ഒരു കാര്യം, നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണേ. കാരണം നമ്മൾ ആരാലും അറിയപ്പെടാത്ത ഒരാളല്ലേ, നമ്മളൊരു സാധാരണക്കാരിയല്ലേ. എന്നിട്ടും നമ്മളെ കാണുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. വീഡിയോസൊക്കെ കാണുമ്പോൾ സെലിബ്രിറ്റി ആ ഒരു ലെവലിലുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ആരാലും അറിയപ്പെടാണ്ട് കിടക്കണവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 100 പേര് എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കമൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ സന്തോഷമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ഒരു ബ്രാലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ അതവിടെ വെച്ചോ, ഞാൻ ക്ലീനാക്കി തരാം കടയിൽ പോണതിന് മുൻപ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ചതമ്പൽ നല്ലപോലെ ഉരച്ച് കഴുകാനുണ്ട്, ഉപ്പിട്ടിട്ട് ഉരയ്ക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ മഴയൊക്കെ അല്ലേ, നീ പുറത്ത് പോയി നിന്ന് ഉരയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് ഒക്കെ ഉരച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. ആൺകുട്ടി കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്. ചേട്ടനും ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് എണീറ്റ് വന്നത്. അപ്പോൾ തന്നെ പോയി ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരിയൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അംഗനവാടിയിലൊന്നും പോകണില്ല കേട്ടോ, ഇപ്പോൾ മഴയൊക്കെയാണ്. പിന്നെ അംഗനവാടിക്കുള്ളൊരു ഇടവഴിക്കൂടെ പോകണം. മെയിൻ റോഡുണ്ട്, അത് കുറേ ചുറ്റി വളഞ്ഞ് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇടവഴിക്കാണ് പോവാറ്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളക്കെട്ടും പിന്നെ മൂർക്കം പാമ്പിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ കാരണം എനിക്കൊരു പേടിയിട്ട്. അപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് അടുക്കള തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മുളകാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വിളവെടുപ്പും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അത് വെച്ച് കറി വയ്ക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഫീലിങ്സാണ്, ഭയങ്കര ഒരു സന്തോഷം കൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. എനിക്ക് രാവിലെ തന്നെ ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ചോറ് മാത്രമുള്ള ദിവസങ്ങളിൽ, അതായത് പലഹാരം ഉണ്ടാക്കാൻ എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ എഗ്ഗ് എടുത്തിട്ട് ഓംലെറ്റ് അടിച്ച് കഴിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാറ്. രാവിലെ തന്നെ ഇത് ചോറുണ്ണാൻ എനിക്കിഷ്ടമില്ല. പക്ഷേ ഇവിടെ അമ്മയൊക്കെ രാവിലെ ഒരു 10 മണിക്ക്, അമ്മ കറക്റ്റാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ, റൊട്ടീനൊക്കെ കറക്റ്റാണ്. 10 മണിക്ക് കഞ്ഞിയും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും. അല്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റാത്ത ഉപ്പേരിയൊക്കെയാണെങ്കിൽ അമ്മ അച്ചാറുകളും ഉപ്പിലിട്ടതൊക്കെ ഇവിടെ നിർബന്ധമാണ്. അതിലേതെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചോളൂ കേട്ടോ. പിന്നെ അത് ഞാൻ കത്തി മുറിച്ച് കൂട്ടണത്, എനിക്ക് എപ്പോൾ കത്തി എടുത്താലും ഒന്ന് മുറിച്ച് കൂട്ടണം. എൻ്റെ അമ്മ ഇവിടെ നിൽക്കാൻ വരുമ്പോൾ പറയും, കവിതയുടെ കത്തിക്ക് ഭയങ്കര മുറിച്ചാന്ന് പറയും. കവിതയുടെ കത്തി മറ്റേ മുറിക്കണ കത്തിയായിട്ടാ പറഞ്ഞേ, നല്ല മുറിച്ചാന്ന് പറയും. ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പുമാവ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ അച്ചൂസിനും ഭയങ്കര ഇഷ്ടം ഉപ്പുമാവ്. ഞാൻ അച്ചൂസും അമ്മയാണ് ഉപ്പുമാവ് കഴിക്കണവർ. ചേട്ടൻ രാവിലെ ആണെങ്കിൽ ഉണ്ടാക്കണതാണെങ്കിൽ ചേട്ടൻ കഴിക്കും. നൈറ്റ് പിന്നെ അല്ല, ഈവനിങ്ങിൽ ആൾ പിന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ, കടയിലാവുമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ എനിക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഉപ്പുമാവിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ സവാള, പിന്നെ നമ്മുടെ നാടൻ മുളക്, അതായത് അടുക്കള തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച മുളക് കാണിച്ചെന്നില്ലേ, അതിൽ നിന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഉപ്പുമാവിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ചോപ്പറിൽ പിന്നെ കുറേശ്ശെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഒരു ശത്രുവാണ് ഈ സവാള. ഈ സവാള എപ്പോൾ അരിയുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പും, അതായത് നീറിയിട്ട് വല്ലാത്തൊരു നീറ്റല എനിക്ക്. ഈ സവാള എൻ്റെ ശത്രുവാന്ന് പറയും ഞാൻ.
അപ്പോൾ അത് നല്ല നീറ്റുണ്ട് കേട്ടോ. പിന്നെ വറുത്ത റവയാണെങ്കിലും ഞാൻ ഒന്നും കൂടി വറക്കൂട്ട. റവ എനിക്ക് നല്ല റെഡ് കളറിലിരിക്കണ ഉപ്പുമാവാണ് ഇഷ്ടം. അതായത് റവ അങ്ങനെ മൊരിഞ്ഞ് ആയിട്ട് അതുപോലെ ഞാൻ വറുത്തെടുക്കൂട്ട റവ. ഇന്നിപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വറുത്തിട്ടില്ല, ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്തതില്ലേ, ക്യാരറ്റ്, ഇഞ്ചി, സവാള, കറിവേപ്പില, നാടൻ മുളക് അതും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റി റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഉപ്പാണ് ഇനി ഇടാൻ പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ എത്രയോ എടുത്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഗ്യാസൊക്കെ ലാഭമാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. തുറന്ന് വെച്ച് കുറേ നേരം ഇരിക്കുമ്പോൾ തിളച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ഗ്യാസ് അത്രയും പാഴായി പോവുമല്ലോ. പിന്നെ ഞാനിവിടെ ചോറ് വയ്ക്കാനൊക്കെ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്കൊരു 2.5 മാസമൊക്കെ ഒരു സിലിണ്ടർ നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ പരമാവധി അങ്ങനെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വെറുതെ എന്തിനാ ഒരു നഷ്ടം വരുത്തണേ നമ്മൾ. പിന്നെ നമുക്കിവിടെ പറമ്പിൽ നിന്ന് വിറകൊക്കെ കിട്ടണ ആരനാണ് കേട്ടോ വിറകടുപ്പ് കത്തിക്കാൻ അത്രയായിട്ട് സുഗമമായിട്ട് പോണത്. വിറക് കാശ് കൊടുത്തൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാവും അല്ലേ. അപ്പോൾ അതേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്. നല്ല മഴയൊക്കെ കൂടിയാണ്. അപ്പോൾ ഒരു ചൂട് കട്ടനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവിൻ്റെ കൂടെ കട്ടൻ സൂപ്പർ, അതുപോലെ ചക്ക കൂട്ടാൻ്റെ ഒക്കെ കൂടെ സൂപ്പറല്ലേ കട്ടൻ. അപ്പോൾ അതേ ഞാനും ആമിക്കുട്ടിയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി വിളവെടുപ്പിനായിട്ട് പറമ്പിലേക്കൊക്കെ പോകണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിത്തൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ്ങിലാണ് വോയിസ് ഓവർ കൊടുക്കണേ. പക്ഷേ ഇന്ന് വിത്തൊന്നും നടാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയുണ്ടായിരുന്നു. മക്കൾസും ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ട്രൈപോഡ് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ മഴയും കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോരേണ്ടത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് വീഡിയോ എടുക്കുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആവും. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വിത്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ടിപ്പൊക്കെ തരാമെന്ന് വിചാരിച്ചത്. ആ വീഡിയോ എടുത്തിട്ട് അതിനൊന്നും പറ്റിയില്ല. ഇത് സ്നോ വൈറ്റ് കുക്കുംബർ, ഇതിൻ്റെ സീഡ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടാ. ഇപ്പോൾ ഇത് വെർട്ടിക്കൽ ആയിട്ടൊരു വല കെട്ടി കൊടുത്തായിരുന്ന സ്ഥലമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മഴയത്തും കാറ്റത്തൊക്കെ അത് ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കണേ. ഇനി ചേട്ടന് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണം രണ്ടാൾക്കും കൂടി അത് ശരിയാക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് ചീര അരിഞ്ഞെടുക്കാനുണ്ടായിരുന്നു. ചീര ഇവിടെ പരിപ്പിലിട്ട് വെച്ചാലും തോരൻ വെച്ചാലും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ മുട്ട ഇട്ടിട്ട് വറുത്തൊക്കെ എടുക്കാറുണ്ട്, വാട്ടിയെടുക്കാറുണ്ട്. മുട്ട വറുത്തിട്ട് അതിൽ ചീരയിലൊക്കെ അരിഞ്ഞിട്ടിട്ട് വാട്ടിയെടുക്കാറുണ്ട്, അതും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ ഇതേ കുക്കുംബർ വീണ്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പൊട്ടിക്കാറാവും ഈ കുക്കുംബർ ഉണ്ടല്ലോ, വെണ്ടയ്ക്കൊക്കെ പോലെ പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. വേഗം ആയി കിട്ടും അത്. ഒരാൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ആമിക്കുട്ടി. കൊതുകടിയും കൊണ്ട് പറമ്പിക്കോടെ ഇങ്ങനെ നടക്കുക. 2 കൊതുക് കുത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഒന്നാക്കിയിട്ടാ. അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ നമുക്ക് സാമ്പാറിൽ ഇടണ ആ ഒരു വഴുതനങ്ങില്ല, അത് പൊട്ടിക്കാണ്ടായിരുന്നു. ഇത് സുന്ദരി ചീര കേട്ടോ. ഇത് ഏകദേശം ആയി അരിഞ്ഞ് എത്ര വട്ടാന്നറിയോ ഇപ്പോൾ ഇതിന്ന് അരിഞ്ഞെടുക്കണു. അങ്ങനെ ഇന്നും നമുക്ക് നിറച്ച് വിളവെടുപ്പിന് കിട്ടിയിട്ടുണ്ട് സാധനങ്ങൾ. ഇന്നും വഴുതനങ്ങ, കോവയ്ക്ക, കുക്കുംബർ, ചീര, പാഷൻ ഫ്രൂട്ട് കിട്ടിയായിരുന്നു, മുളക് കിട്ടിയായിരുന്നു. ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതെൻ്റെ പുതിയ മുളക് ചെടിയാണ്. ഇതിൽ ആദ്യമായിട്ട് ഇതേ മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുളക് ഉണ്ടായി അത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത മുളകുകൾ അധികം മുളക് ചെടിയിൽ നിൽക്കണത് അത്ര നല്ലതല്ല. വേറെ ഫ്ലവറിങ് നടക്കാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പതിവ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വീഡിയോസ് ഇതിൻ്റെ പരിചരണം ഒക്കെ പറ്റി ഞാൻ ഇടാം. എനിക്ക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ വെജിറ്റബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ മുളക് ചെടികൾ. അപ്പോൾ ഇതും എൻ്റെ വേറെ പുതിയൊരു മുളക് ചെടി, അതിലും ദേ മുളക് ഉണ്ടായി തുടങ്ങി. നമ്മുടെ അധ്വാനത്തിന് ഫലം കാണുമ്പോൾ സന്തോഷമാണ്. കാരണം ഈ ഒരു മുളക് ചെടി ഇതുപോലെ ആവണമെങ്കിൽ നമ്മൾ അതുപോലെ കെയറിങ് കൊടുക്കണം. എന്നും വന്ന് ഇവരുടെ ഇലകളുടെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. നേരത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ കാണാം നിങ്ങൾക്ക് മുളക് ചെടിയുടെ അടിയിലൊരു വെള്ള ഒരു
ഒരു കീടം ഇരിക്കണത് കണ്ടില്ലേ, അതപ്പം തന്നെ ഞാൻ ചുരുട്ടിയെടുക്കണത് കണ്ടില്ലേ, അതങ്ങനെ നമ്മൾ ഇവരെ കെയർ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇതേ ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ തോരൻ വെച്ച് കഴിച്ച് ഒക്കെ ഇതുപോലെ സന്തോഷിച്ച് ചിരിക്കാനൊക്കെ പറ്റുള്ളൂ. അതൊരു സുഖം തന്നെയാണേ. ഇങ്ങനെ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണവർക്കറിയാം അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. മുളക് ചെടീനെയൊക്കെ ഒന്ന് തൊട്ട് പരിപാലിച്ച് അതിൽ കീടങ്ങളൊക്കെ ഉണ്ടോ നോക്കലാണ് ഒരു പണിയാണ് അത്. പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അതൊന്നൊരു പണിയായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. എല്ലാം അതിൻ്റേതായ റൂട്ടിൽ കൂടെ അങ്ങോട്ട് നടന്ന് പൊക്കോളും. എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും. നമുക്കതിനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടായാൽ മതി. നമ്മുടെ സമയം എവിടെയും വേസ്റ്റാക്കി കളയാണ്ട് പരമാവധി സമയം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ നമുക്കെല്ലാം സമാധാനവും സന്തോഷമൊക്കെ തനിയെ വന്നോളും. അതുപോലെ മണ്ണിനോടും ചെടികളോടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്താം. അതും നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും. ഇതിൽ നിന്ന് കിട്ടണ വിളവെടുപ്പൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ടും എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ കൂട്ടാക്കില്ലേ എല്ലാവരും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കീടാണ് കേട്ടോ ഇത്. ഇവരൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി എടുത്ത് കളയണം, എന്നാലേ നമുക്ക് ഇതുപോലെ മുളകൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂന്നേ. അപ്പോൾ എല്ലാവരും ഒരു മുളക് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കില്ലേ, നമുക്ക് സെറ്റാക്കി എടുക്കാമെന്നേ. കീടങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക്